നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. The righteous cry out, and the Lord hears and delivers them from all their troubles. നീതിമാന്മാർ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ എപ്പം നമ്മൾ യഹോവയുടെ അടുക്കൽ കരയുന്നുണ്ട്, ദൈവം അത് കേൾക്കുന്നുണ്ട്. അത് തന്നെയല്ലേ 34-ാം സങ്കീർത്തനം തന്നെ ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ച് നോക്കണം. സകല കഷ്ടങ്ങളിൽ നിന്നും ഒരെണ്ണം പോലും മാറ്റി വെച്ചിട്ടില്ല. സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഏത് കഷ്ടത്തിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത്? ആ കഷ്ടത്തിൽ അവൻ വിടുവിച്ചിരിക്കുന്നു. ഇത് റിസീവ് ചെയ്യാണ്. ഐ ഹാവ് ഗോട്ട് ദ റെമഡി, ഐ ഹാവ് ഗോട്ട് വിക്ടറി, ഐ ഹാവ് ഓവർകം ദിസ്. ഈ സങ്കീർത്തനം 18 പറയുന്നുണ്ട്, നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന് മേലെ കയറി ചെല്ലും, പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞങ്ങൾ ഈ മതിലുകൾ ചാടിക്കടക്കും. മതിൽ വലുതാ, അല്ലേ മതിൽ തന്നെ ഇടിഞ്ഞു വീഴും, ജെറിഹോയുടെ വീഴും. അത് സാധിക്കും. ഞാൻ നിലവിളിച്ചാൽ ദൈവം കേൾക്കും. അപ്പോൾ നമുക്കൊരു സംശയം, നീതിമാനാണ്? സ്വയമേ നമ്മൾ നീതിമാന്മാരല്ല, പക്ഷെ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ നീതിമാന്മാർ. അതായത് അവൻ്റെ റൈറ്റ്യസ്നെസ് ഈസ് ഇംപ്യൂട്ടഡ് ടു അസ്. അവൻ്റെ നീതി എനിക്കിട്ട് തന്നു. അതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. അതിന് നമുക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. ദ ട്രൂത്ത്, ആ സത്യം നമ്മൾ അറിയുമ്പം നമ്മളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് എനിക്കുള്ള റൈറ്റ്യസ്നെസ് അല്ലെ എൻ്റെ നീതി ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ ഒരു പിശാചിന് അതിൻ്റെ മുമ്പ് നിൽക്കാനൊക്കത്തില്ല, ആർക്കും നമ്മളെ അക്യൂസ് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഇന്നലെ വരെയും പാപം ചെയ്തിന് ഇന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവർ ദൈവവചനം പറഞ്ഞുകൊണ്ടങ്ങ് നടക്കും. അതുകൊണ്ട് അവർ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരും. പക്ഷേ അവരെ അടുത്തറിയാവുന്നവർ പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ദേ വിൽ നെവർ ലിസൺ, ദേ വിൽ നെവർ ഇംപ്രൂവ്. ഈ വിധിച്ചുകൊണ്ടിരിക്കുന്നവർ നരകത്തിൽ പോകും, ഈ പാപം ചെയ്ത് മാനസാന്തരപ്പെട്ടവൻ സ്വർഗത്തിലും പോകും. കാരണം നിൻ്റെ ഫലങ്ങൾ നല്ലവണ്ണം ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്ന ചെറിയ വൃക്ഷങ്ങളാക്കി ശാഖകളാക്കി അവരത് മാറ്റുകയാണ്. അപ്പം നമ്മൾ നീതിമാന്മാരാണോ എന്ന് ചോദിച്ചാൽ നീതിമാന്മാരാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതിനാൽ. ആ മർമ്മം നമ്മുടെ തലേന്ന് മാറില്ല. നമ്മൾ പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ദാവീദ് ആത്മാവിൽ എഴുതിയിരിക്കുന്നത് ഇന്ന് പുതിയ നിയമത്തിൽ വന്നപ്പോൾ സ്ഥിതി മാറ്റം വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. അതുകൊണ്ട് ദർ ഇസ് നോ മോർ ഡിലേ. ഇനി ഒട്ടും താമസിക്കേണ്ട, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്ക്. പല വാക്യങ്ങൾ ഇതിനു വേണ്ടിയുള്ളത് 34-ാം സങ്കീർത്തനം എല്ലാവരും എടുത്ത് വായിച്ചാൽ നല്ലതാണ്. ഞാൻ യഹോവയെ എക്കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എപ്പോഴാണ് ഈ എക്കാലത്തും വാഴ്ത്തുന്നും സ്തുതി ഇരിക്കുന്നു പറയുന്നത്? ഭ്രാന്തനായിട്ട് ശത്രു രാജാവിൻ്റെ മുമ്പിൽ ഭ്രാന്ത് കളിച്ച് നടക്കുമ്പോഴാണ് ദാവീദ് ഇത് എഴുതി വെക്കുന്നതെന്ന് ഓർക്കണം. അല്ലാതെ നല്ല കാലത്തൊന്നും അല്ല. അതുകൊണ്ട് എല്ലാം തികഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരും ചിന്തിക്കണ്ട. ആയ സ്ഥിതിയിൽ, ഉള്ള സ്ഥിതിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ചില വാക്യങ്ങൾ അതിനോട് ചേർന്നത് ഞാനിന്ന് പറയുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ മലാഖിയിൽ 3:16 പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അതായത് പീപ്പിൾ ഹു ഫിയർഡ് ദ ലോർഡ് സ്പോക്ക് ടു വൺ അനദർ, ദ ലോർഡ് ലിസൺഡ് ആൻഡ് ഹേർഡ് വാട്ട് ദേ സെഡ്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു എന്നേ പറയുന്നുള്ളൂ, പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല. സംസാരിക്കുക മാത്രം. സംസാരിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലരോട് ഇവിടെ ചിലരെന്നെ കാണാൻ വരുമ്പം ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ചിലരോട് ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞത് മതി, സംസാരിച്ചത് ദൈവം കേട്ടിരിക്കുന്നു. കാരണം ആത്മാവ് പറയുന്നത് നമ്മൾ സംസാരിച്ചത് തന്നെ ദൈവം കൊണ്ടുവന്ന് കോൺഫറൻസ് റൂമിലിരുത്തിയ. ഞാൻ ഇവിടെ ഇരുന്ന് വേറൊരാളോട് സംസാരിക്കാൻ കോൺഫറൻസ് റൂം സ്വർഗത്തിലേക്ക് തുറന്നു കഴിഞ്ഞു, ദൈവം കേൾക്കുകയാണ്. അതിന് വേണ്ടതിലായിട്ട് അഡീഷണൽ പ്രാർത്ഥന ആവശ്യമില്ല. അവരതുപോലെ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പം നീതിമാന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തന്നെ വീട്ടിലുള്ള ഒരാൾക്ക് വേണ്ടി ഒത്തിരി പ്രയാസത്തിലൂടെ കൊച്ചു പോയിക്കൊണ്ട്, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. അവൻ്റെ കൂടെ വന്ന് 1 മാസം താമസിച്ചു. ഉള്ളിലിങ്ങനെ സഹിക്കാൻ വയ്യാത്ത വേദനയാണ്, പറഞ്ഞു തീരാൻ വയ്യാത്ത വേദനയാണ് ആ കുട്ടിക്കുള്ളത്. കൂടെ വന്ന് താമസിച്ചു. ഞാൻ അധികമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ രാത്രിയാകുമ്പോൾ പ്രാർത്ഥിക്കാനിരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ വർത്തമാനം പറയുമ്പോഴെല്ലാം ഇതിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണും. അപ്പോഴെല്ലാം ഞാൻ പറയും, അതിൻ്റെ ഭാരങ്ങൾ കഴുകിക്കളയാണ്.
പിന്നെ ഞാൻ പ്രാർത്ഥിക്കാറില്ല, കാരണം പ്രാർത്ഥിച്ചിട്ട് ആവശ്യമില്ല. അതിൻ്റെ ഉള്ളുവേദനയിൽ അത് തന്നെ പറഞ്ഞു തീർക്കുകയാണ്. കിടക്കാൻ നേരത്തെ ഞാൻ അതിനോട് പറയുമായിരുന്നു, ഒരു കാര്യം ചെയ്യും, നീ മുകളിൽ കിടക്കാൻ പോവുകയല്ലേ, കിടക്കാൻ പോകുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവൻ്റെ കാലൊച്ച കേൾക്കുന്നുണ്ട്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ കാലൊച്ച കേൾക്കുന്നുണ്ടോ എൻ്റെ മുറിയിലോട്ട് കടന്നു വരുന്നു. ശരിയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു ചോദിച്ചു, എന്താ ഉറങ്ങിയോ? സുഖമായിട്ട് ഇറങ്ങി. എന്ത് സംഭവിച്ചു? ദൈവശബ്ദം കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, കർത്താവിൻ്റെ ശബ്ദം കേട്ടില്ല, പക്ഷേ കർത്താവിൻ്റെ കാലൊച്ച, കരിയിലയുടെ പുറത്തൂടെ യേശു നടന്നു വരുന്ന ശബ്ദം ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അവനെ മുറിക്കകത്ത് വന്നു എന്നുള്ളത് ഷുവറല്ലേ? ആരോടാ ഈ പറയുന്നത്? യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. വചനമാണ് മലാഖിയുടെ 3:16, യെശയ്യാ 65:24. അവർ വൃഥാ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കത്തില്ല, അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അപ്പനമ്മമാർ നല്ലതാണെങ്കിൽ ദൈവത്തിന് മക്കളെ അനുഗ്രഹിക്കാതിരിക്കാനൊക്കത്തില്ല. അതല്ലേ ഇവിടെ പറയുന്നത്. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ അവർക്ക് ഉത്തരവരും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. കണ്ടോ, വീണ്ടും പ്രാർത്ഥനയല്ല, സംസാരിക്കും. വിളിക്കുമ്പോഴേ ഞാൻ കേൾക്കും, സംസാരിക്കുമ്പോൾ ഞാൻ അറിയുന്ന ദൈവമാണ്. അതാണ് ഉറ്റ ബന്ധമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ, ഓ കുഴപ്പമുണ്ടോ, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എല്ലാം. പക്ഷെ ആ കൂട്ടുകാരന് നീ എന്താ മറച്ചു വെച്ച് എന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കില്ലേ? കാരണം എന്താ? ഉള്ളു കാണും. അതാണ് യേശു. നീ എന്നെ പുറകെ ചിരിച്ച് കാണിച്ചാലും എൻ്റെ ഉള്ളിലുള്ള ഭാരം ഞാൻ അറിയുന്നു. അങ്ങനെയുള്ള കൂട്ടുകാരില്ലേ? ഉണ്ട്. എത്രയോ ഇടത്ത്, എത്രയോ കൂട്ടുകാർ എനിക്കുണ്ട് അങ്ങനത്തെ. ഞാൻ എത്രയോ പേർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സംസാരിക്കുമ്പം പോലും കേൾക്കുന്ന ഒരു ദൈവം. സദൃശ്യവാക്യം 18:6, മൂഢൻ്റെ അധരങ്ങൾ വഴക്കിനിടയാകുന്നു, അവൻ്റെ വായ തല്ലി വിളിച്ചു വരുത്തും. അപ്പം മൂഢന്മാരുടെ കൂടെ പോയി പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചുമ്മാ അത് വെറുതെ സമയം കളയാം. അത് വഴക്കുണ്ടാക്കാനും തല്ലി വിളിക്കാനും. എന്നാൽ നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് വിശുദ്ധ. അതുകൊണ്ടാണ് ജ്ഞാനിയായവൻ്റെ കൂടെ, നീതിമാൻ്റെ കൂടെ. ഇതൊക്കെ വ്യത്യാസമുണ്ട്. നീതിമാനും ദുഷ്ടനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സങ്കീർത്തനം 66:19-20 വരെ. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. അവൻ എൻ്റെ ശബ്ദം കേട്ടു. ഇപ്പോൾ ഞാൻ വിളിച്ചാൽ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചാൽ, എൻ്റെ ദൈവത്തിന് എൻ്റെ ശബ്ദം ഫെമിലിയർ ആണോ? അതായത് 10 മക്കളുള്ള കുഞ്ഞുങ്ങൾ ഒരു ക്ലാസ്സിൽ ചെന്നാൽ 10 കൊച്ചു പിള്ളേരുള്ളിടത്ത് അമ്മമാർ പുറത്ത് നിന്ന് വർത്താനം പറയാം. പക്ഷെ അവരവരുടെ കുഞ്ഞ് കരയുമ്പം അമ്മമാർക്കറിയാം നമ്മുടെ കുഞ്ഞാ കരയുന്നത്. എന്താ? ഫെമിലിയർ, ശബ്ദം പോലും അറിയുന്ന ഒരു ദൈവം. അങ്ങനത്തെ ഒരു ദൈവമാണോ നമ്മുടെ? അതോ ദൂരത്തിരിക്കുന്ന ഒരു ദൈവമാണോ നമുക്കുള്ളത്? 139:1-2, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എല്ലാം അറിയുന്ന ഒരു ദൈവം. ദൈവം നോക്കിക്കൊണ്ട് തന്നെ നമ്മളീ പറയുന്നതും കേട്ടോണ്ടിരിക്കുക. ഈ വചനം ചെന്ന് ആരിലൊക്കെ കൊള്ളുന്നതും ദൈവം അറിഞ്ഞിട്ടുണ്ട്. വചനമാണല്ലോ ഏറ്റവും വലിയ ശക്തി. 145:18-19 സങ്കീർത്തനം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവർക്ക് രക്ഷിക്കും. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം ചെയ്തു തരുന്ന, നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അവൻ നമ്മളെ അറിയുന്ന ദൈവമാണ്. നാഹൂം 1:7, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവം അറിയുന്നുണ്ടെന്ന്. കഷ്ടകാലത്ത് ഏറ്റവും കൂടുതൽ അറിയുന്നൊരു ദൈവം. 1 Corinthians 12:9 പറയുന്നത്, നമുക്ക് ആത്മാവിനാലാണ് ദൈവത്തോടുള്ള വിശ്വാസം ഇട്ട് തരുന്നത്. ഇതെല്ലാം ആത്മീക വചനം, ആത്മീക തലമാണ് ഞാൻ എടുക്കുന്നത്. എബ്രായ ലേഖനം 4:16 പറയുന്നത്, കൃപാസനത്തിൽ എന്തിന്? തക്ക സമയത്ത് നിന്ന് അവനിൽ നിന്ന് ഒരു ഉത്തരം കിട്ടാൻ കൃപാസനത്തിലേക്ക് കടന്നു വാ, ഓടിവാ.
1 പത്രോസ് 3:12 കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു, എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്ടവൃത്തിക്കാർക്ക് പ്രതികൂലമാകുന്നു. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പം 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ജാവലിൻ ത്രോ എറിയുന്നത് പോലെ നമ്മുടെ ഭാരം അവൻ്റെ ഇടയിലേക്ക് എറിഞ്ഞുകൊള്ളാൻ പറയുകയാണ്. എന്നിട്ട് വിശ്വസിക്കണം. എറിയാനും അറിയായിരിക്കും പലർക്കും, പക്ഷെ എറിഞ്ഞത് ഏറ്റെടുത്തെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ്, ഐ ആം ഇൻ ചാർജ്, ഞാൻ അറിഞ്ഞിരിക്കുന്നു, നീ ഇനി അധികം പ്രാർത്ഥിക്കുക പോലും വേണ്ട, നീ സംസാരിക്കുമ്പോഴേ ഞാൻ കേട്ട്, നിൻ്റെ വായിൽ നിന്നൊരു വചനം വീഴുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം തന്നു. അങ്ങനൊരു ദൈവം ഉണ്ടോ? ഉണ്ടെന്നേ. ഇതെല്ലാം വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് വായിച്ചിട്ട് പല പ്രാവശ്യം ഞാൻ ഈ പറയുന്ന വചനം പല പ്രാവശ്യം കേൾക്കുമ്പം തന്നെ ആദ്യം മാറിപ്പോൾ ഉറക്കം വരാത്തൊരിത് കേട്ടാൽ മതി. സകല ആകുല ചിന്ത. ഉറങ്ങുമ്പോൾ അപ്പച്ചൻ പ്രവർത്തിച്ചോളൂ, നമ്മൾ ഡ്രസ് ചെയ്യുമ്പോൾ അവൻ പ്രവർത്തിക്കുക. അതാണ് വിശ്വസ്തത. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ഞാനൊക്കെ പോയാൽ അമേരിക്കയിൽ മക്കൾ ഉറങ്ങുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെക്കും. മക്കൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക്, കാരണം അവർ പറയണ്ട. അതുപോലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുതൽ കൊടുത്ത ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ നിന്നോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ ചിലപ്പോൾ അന്യോന്യം സംസാരിക്കുമ്പോൾ പോലും നീ കേൾക്കുന്നു എന്നും അറിയുന്നു എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു നാഥ. നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തം മനസ്സിന് ഒരിക്കലും മനസ്സിലാകത്തില്ല. അതിന് ഒരു വാതിൽ തുറന്നു തരണം കർത്താവെ. ഞങ്ങളുടെ ഹൃദയ കാഠിന്യം മാറ്റിയിട്ട് വിശുദ്ധിയുള്ള ഒരു പ്ലയബിൾ ഹാർട്ട്, കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറ്റിയൊരു നല്ല ഹൃദയം ഇട്ടു തരണമേ. എൻ്റെ ആത്മാവ് പറയുന്ന വചനങ്ങൾ ഞങ്ങളാകുന്ന പാത്രങ്ങളിൽ എഴുതി തരണമേ. അത് ചൂളയിൽ വെക്കുമ്പോൾ അത് നല്ല കളറിൽ ആ വചനം എൻ്റെ വചനമായി മാറി എൻ്റെ ജീവിതമാണെന്ന് പറയാൻ തക്കവണ്ണം ഇടയാക്കണം. എൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നതിന് നന്ദി. ഞങ്ങളെ നടത്തുന്നവൻ ഞങ്ങളുടെ തലമുറകളെയും നടത്താൻ വിശ്വസ്തനാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.